കൊല്ലം കുളത്തൂപ്പുഴയിൽ വീണ്ടും തീപിടുത്തമുണ്ടായുള്ള വാർത്ത കൂടി പുറത്തുവരികയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കുളത്തൂപ്പുഴയിലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ തോട്ടത്തിൽ തീപിടുത്തമുണ്ടായത്. അവിടെ വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഇന്ന് ഉച്ചവെയിൽ ശക്തമായി കഴിഞ്ഞാൽ വീണ്ടും തീപിടുത്തമുണ്ടാകുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശക്തമായ കാറ്റും അവിടെ വീശുന്നതുകൊണ്ട് തീ പടർന്നു പിടിക്കാനിടയുണ്ടാകും എന്ന് പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലം കുളത്തൂപ്പുഴയിലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ തോട്ടത്തിൽ വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു തീപിടുത്തമുണ്ടായത്. മണിക്കൂറുകളെടുത്തായിരുന്നു അഗ്നിശമന സേനാംഗങ്ങൾ അവിടെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ വീണ്ടും തീപിടുത്തമുണ്ടായെന്ന വാർത്ത വരുന്ന വിശദാംശങ്ങൾ ലിജോ റോളൻസ് നൽകും. ലിജോ, വീണ്ടും തീ പടർന്നു പിടിക്കുകയാണോ സംഭവസ്ഥലത്ത്? വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. കൊല്ലം കുളത്തൂപ്പുഴ കണ്ടൻചിറയിലെ ഓയിൽ പാം എസ്റ്റേറ്റിൽ ഇപ്പോൾ തീപിടുത്തമുണ്ടാകുന്ന ആ ദൃശ്യങ്ങളാണ്, ആ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വീണ്ടും ആ തീപിടുത്തമുണ്ടായി പുക ഉയരുകയാണ്. ഈ ഭാഗത്തെ ഈ കാര്യങ്ങൾ, അതായത് തീപിടുത്തമുണ്ടായ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി നമ്മൾ ഇതിനുള്ളിലേക്ക് കയറുന്ന സമയത്തായിരുന്നു പൊടുന്നനെ ഇത്തരത്തിൽ തീ കാണുകയും അതിനിടയിൽ നിന്നും നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കാര്യം വലിയ രീതിയിലുള്ള, നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള കാറ്റടിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിൽക്കുക എന്നുള്ളത് പോലും ദുഷ്കരമായിരിക്കുന്ന അവസ്ഥയാണ്. വളരെ പെട്ടെന്നാണ് തീ പിടിച്ചുകൊണ്ട് ആളിപ്പടർന്നുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഇടുങ്ങിയ വഴികളിലൂടെ ഇവിടേക്ക് വരേണ്ടതുണ്ട്. രണ്ട് വശത്തും ഈ കമ്പിവേൽ കെട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് എത്തുന്നതിനും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നിലവിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എഞ്ചിനുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് ഈ സ്ഥലത്തേക്ക് പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മളാണ് ഈ ദൃശ്യങ്ങൾ ആദ്യമായി മീഡിയ വണ്ണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ തീപിടുത്തമുണ്ടായ കണ്ടൻചിറ ഓയിൽ പാം എസ്റ്റേറ്റിൽ വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. വലിയ രീതിയിൽ, അതായത് ഈ ഭാഗത്തുനിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒരു കുന്നാണ്. അവിടെ ഈ തീ കാറ്റടിക്കുന്നതിൻ്റെ ഇതിലായിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഈ ഓയിൽ പാം എസ്റ്റേറ്റിന്റെ ചെയർമാനോട് കൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് 75 ഏക്കറല്ല 150 ഏക്കറോളം വരുന്ന ഈ ഓയിൽ പാം എസ്റ്റേറ്റിന്റെ സ്ഥലത്താണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 1000-1500 ഏക്കറിലധികം വരുന്ന ഒരു സ്ഥലമുള്ള ഒരു സ്ഥലത്താണ്. അവിടെയാണ് ഇപ്പോൾ ഇത്രയും വരുന്ന ഒരു ഭാഗത്ത് തീപിടുത്തം ഉണ്ടാവുകയും അത് കഴിഞ്ഞ ദിവസം ഏകദേശം അണച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ച് സമയം മുൻപ് തന്നെ പല സ്ഥലങ്ങളും ഇത്തരത്തിൽ പുക ഉയരുന്ന പല സ്ഥലങ്ങളിലും ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെയെല്ലാം തന്നെ ഈ കനൽ കിടന്നുകൊണ്ട് വീണ്ടും തീ ആളി കത്തുന്ന ഒരു ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ബാക്കിയായാണ് ഇപ്പോൾ ഈ കാണുന്നത് പോലെ, അതായത് ഇതൊരു കുന്നിൻ ചെരുവ് പോലത്തെ മറ്റൊരു പ്രദേശമാണ്. അവിടെ നിന്നും ഈ കാറ്റിനനുസരിച്ച് കൊണ്ട് തീ ആളിപ്പടർന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് എത്തിപ്പെടുക. കാര്യം ഈ പ്രദേശമാകെ ഇപ്പോൾ പുക കൊണ്ട് നിറയുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ആളുകളെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ പുക കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാം തന്നെ ഇവിടെ ആയിരിക്കുകയും ചെയ്യുന്നത്. ഫയർഫോഴ്സ് എഞ്ചിനുകൾ എങ്ങനെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അവരും ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ കാണുന്നത് പോലെ, അതായത് ഇതൊരു റോഡിന്റെ, അതായത് ഈ എസ്റ്റേറ്റിന്റെ നടുവിലൂടെ ഒരു വഴിയുണ്ട്. അതിന്റെ ഒരു വശത്തെ കമ്പിവേലി കഴിഞ്ഞ് മുകളിലേക്കുള്ള ഒരു ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയും വലിയ രീതിയിൽ പുക ഉയരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ റോഡ് അല്പഭാഗം നമ്മൾ മുറിച്ച് കടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ പുക ഉയരുന്നത് കണ്ടുകൊണ്ട് ഇവിടെ നേരത്തെ അവിടെയുള്ള ചില തൊഴിലാളികളും ഇതേ ആശങ്ക തന്നെ പറയുന്നുണ്ടായിരുന്നു മീഡിയ വണ്ണുമായി പ്രതികരിക്കുമ്പോൾ. കാരണം അതിശക്തമായ കാറ്റാണ് മേഖലയിൽ വീശുന്നത്. പുക അപ്പോഴും ഉയരുന്നുണ്ടായിരുന്നു. ഇന്നലെ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പുക ഉയരുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ നല്ല വെയിലും കൂടി വരുമ്പോൾ ഉണങ്ങിയ പുല്ലൊക്കെ ആയതുകൊണ്ട് വീണ്ടും തീ പടർന്നു പിടിക്കാൻ ഇടയുണ്ടെന്ന് ജീവനക്കാരടക്കം പറഞ്ഞിരുന്നില്ലേ? തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ കാര്യം നേരത്തെ ജീവനക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരും പറഞ്ഞ ഒരു ആശങ്ക തന്നെയാണ്. വലിയൊരു കാറ്റാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് വലിയ ഏക്കറുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ ഈ കാറ്റടിക്കുമ്പോഴാണ് ഇത് വളരെ വേഗത്തിൽ പടർന്നു പിടിച്ചുകൊണ്ട്, നമ്മൾ കാണുന്നത് പോലെ തന്നെ ചെറിയ രീതിയിലേക്ക് ഉണങ്ങി നിന്ന ചെടികളാണ്. കഴിഞ്ഞ ദിവസം അധികമൊന്നും കത്തിയിരുന്നില്ല. ചെറിയ കനൽ കിടന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ ഈ തീ പിടിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം, കാര്യം ഈ ഒരു ഭാഗം നേരത്തെ കത്തി നശിച്ചിരുന്നതല്ല. അല്പസമയം മുൻപാണ് ഈ തീ ഉണ്ടാവുകയും അത് ആഞ്ഞു പിടിച്ചുകൊണ്ട് ഇവിടെ എല്ലാം കത്തി നശിക്കുകയും ചെയ്തത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ പലയിടങ്ങളിലും ആളി കത്തുകയും പുകയുടെ രൂപത്തിലേക്കാണ് അത് പുറത്തു വരുന്നത്. ജീവനക്കാർ, കാര്യം അവർ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകളാണ്. അവരെല്ലാം പറയുന്നത് ശരി തന്നെയാണ്. കാരണം അവരൊക്കെ ഇവിടെ വർഷങ്ങളായി താമസിച്ചിട്ടും ഇതുവരെ ഇല്ലാത്ത രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു തീപിടുത്തം ഉണ്ടായത്. കാരണം ഒരു കുന്നിലല്ല, പലയിടത്തായി ഒരേ സമയത്ത് തീപിടുത്തം ഉണ്ടാവുക. കാര്യം ചെയർമാനോട് ചോദിച്ചപ്പോഴും അക്കാര്യം പറഞ്ഞു, ഒരു
അട്ടിമറി സാധ്യത അവരും സംശയിക്കുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ പൊടുന്നനെ പലയിടങ്ങളിൽ നിന്നും തീപിടിക്കുക എന്ന് പറയുന്നതിൽ സ്വാഭാവികതയുണ്ട്. അതിൽ തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടത്തും. നേരത്തെ ചെയർമാൻ ഉൾപ്പെടെ സന്ദർശനം നടത്തിയിരുന്നു. അല്പസമയത്തിനകം തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ പുനലൂർ RD ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും ചെയ്യും. അതിന് തൊട്ടു മുൻപായി കാര്യം ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നിരീക്ഷിച്ച് തീ അണഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾക്ക് മുൻപേ ആയിരുന്നു മീഡിയ വൺ സംഘം ഈ തോട്ടത്തിനുള്ളിലേക്ക് കയറിയത്. അപ്പോഴായിരുന്നു ഈ ദൃശ്യങ്ങൾ, അതായത് ഈ കത്തിപ്പിടിക്കുന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്തത്. ഉടൻ തന്നെ വിവരം അറിയിച്ചു. പക്ഷേ ഇപ്പോഴും ഏകദേശം 10 മിനിറ്റോളം സമയമാകുന്നു. ഇതുവരെയും ഫയർഫോഴ്സ് വാഹനത്തിനോ സംഘത്തിനോ ഒന്നും തന്നെ ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഇവർ ക്രമീകരിച്ചിരുന്ന വാട്ടർ ടാങ്കുകൾക്ക് പോലും ഇവിടെ എത്തി ഈ തീ ഒന്ന് കെടുത്തുന്നതിനുള്ള ക്രമീകരണം ഒരുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓയിൽ പാം എസ്റ്റേറ്റിൽ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്.